അഭിലാഷ് KCയെ കേൾക്കാനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അക്ഷയ, KC വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീജ, നമ്മൾ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയോടാണോ സംസാരിക്കുന്നത്? അങ്ങനെ നേരിട്ട് അങ്ങനെ ചോദിക്കാം. KC വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. ഞാൻ ധരിച്ചത് അഭിലാഷ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ട്രാപ്പാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാഷ്ട്രീയ ജീവിതം നിങ്ങളൊന്ന്, കേരളത്തിലെ മാധ്യമങ്ങൾ അത് നോക്കാറില്ല എന്നുള്ള വ്യക്തിപരമായ ആക്ഷേപമുള്ളതാണ്. ഞാനിത് തുടങ്ങിയിട്ട് 48 വർഷമായി. മാധവമംഗലം ഹൈസ്കൂൾ പോലെയുള്ള ഒരു വളരെ റൂറലായിട്ടുള്ള അന്വേഷണം അറിയാം. അന്ന് കാൽനടയായിട്ട് പോയി ബസ്സിൽ യാത്ര ചെയ്യേണ്ട അവിടെ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 8ാം ക്ലാസ്സിൽ സ്ഥാനാർത്ഥിയായിട്ട് തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പാർട്ടിയിൽ വ്യക്തമായിട്ട് ഐഡിയോളജിയോട് 48 വർഷമായി നിൽക്കുന്നതാണ്. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്ഥാനങ്ങളിലാണ് ഇന്ന് പാർട്ടി എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ട് വന്നതല്ല. എനിക്ക് സ്ഥാനമാനങ്ങളില്ല. പക്ഷേ ഞാൻ ചുറ്റുവട്ടം നോക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ, മണലൂർ വരുമ്പോൾ വടക്കാഞ്ചേരിയിലോട്ട് പോവാണ്. ഇന്നലെ ഞാൻ 5 ജില്ലകൾ കവർ ചെയ്തു കഴിഞ്ഞ 4 ദിവസമായിട്ട്, 6 ജില്ലകളിൽ. അവിടെയൊക്കെ നമ്മൾക്കൊരു സ്ഥാനാർത്ഥിയെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് പേര് അർഹരായ സ്ഥാനാർത്ഥികളുണ്ട്. 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ പോകുന്നവർ. പക്ഷേ ഒരു വാക്ക് പാർട്ടി നേതൃത്വം പറയുമ്പോൾ അത് മനസ്സിലാക്കി പിൻവലിച്ച് വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുന്നവർ, അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല. അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് മാതൃഭൂമി ചാനലിലൂടെ പറയാൻ തീർച്ചയായിട്ടും അത് അറിയാം അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ. ഞങ്ങൾ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് മിക്ക ദിവസവും ഈ റീൽസ് കാണുമ്പോൾ സഞ്ജയ് ഖാനെ ആശ്വസിപ്പിക്കുന്നു, വിജയ് ഇന്ദുചൂടനെ ആശ്വസിപ്പിക്കുന്നു. ഇത് കണ്ടു ഞങ്ങളത് പരസ്പരം സംസാരിച്ച് വരികയായിരുന്നു. അത് ആ ചേർത്ത് നിർത്തൽ അവർ കൂടി ഫീൽ ചെയ്യാന്നുള്ളതാണ് പ്രധാനം. അവഗണിക്കപ്പെട്ടു എന്ന് ഫീൽ ഉള്ള ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിരിക്കും അത്. KCക്ക് എങ്ങനെ ഫീൽ ചെയ്യണേ? ഈ കേരളത്തിൽ ഉടനീളം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ പട്ടികയുടെ പ്രതിഫലവും ഒരേപോലെ അറിയാവുന്ന ഒരാളാണല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി പട്ടിക വെക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, സ്ഥാനാർത്ഥിയുടെ വിജയ മികവ് തന്നെയാണ് ഫസ്റ്റ്. അതോടൊപ്പം ആ ജില്ലയിലെ മറ്റു ഡൈനാമിക്സുകൾ നോക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരെല്ലാവരും പാർട്ടി പ്രവർത്തകരുടെയും വികാരങ്ങളും മാനിക്കേണ്ടി വരും. ഇത് മൂന്നും കൂടെ കോമ്പിനേഷൻ. ഇത് മൂന്നും ശരിയായി 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ പരമാവധി പെർഫെക്റ്റ് ആക്കിയിട്ടാണ് സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട തെളിവ് തന്നെ, നിങ്ങൾക്കെല്ലാം ഒരുപാട് കാലമായി നിങ്ങൾ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പതിവ് പൊട്ടിത്തെറികളിൽ ഏറ്റവും കുറഞ്ഞ കാലം ഇതാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇടങ്ങി. 26-ന് വിഡ്രോവൽ കഴിഞ്ഞാൽ ശാന്തമായൊരു അന്തരീക്ഷത്തിലായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക സാമാന്യം ഭേദപ്പെട്ടതാണ്. എങ്കിലും അർഹതപ്പെട്ട ഒരുപാട് പേര് ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒഴിവാക്കപ്പെട്ടവരോട് ഞങ്ങളിപ്പം പറഞ്ഞിരിക്കുന്ന അവരെ ചേർത്ത് നിർത്തി മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അവരുടെ വിലപ്പെട്ട സേവനങ്ങൾ പാർട്ടി മാനിക്കും, പാർട്ടി അംഗീകരിക്കും. ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായാൽ അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും മുന്നോട്ട് പോവുക. ഇത് ശിരസാ വഹിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഗുഡ് കോമ്പിനേഷനാണ് എന്നുള്ളതാണ് നിങ്ങളുടെ